ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും. ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങൾക്കറിയാം, അവർ ഓരോ ദിവസവും മരണത്തോട് അടുത്ത് നിൽക്കുന്ന സാഹചര്യമാണ്. ഇസ്രയേൽ അവരെ ഒരിക്കലും മോചിപ്പിക്കില്ല. ഇസ്രയേൽ കഴുകൻ കണ്ണുമായി എന്നും അവരെ പിച്ചു ചീന്താൻ കാണും. അവിടുത്തെ ജനസംഖ്യയെ മുഴുവൻ തകർത്തെറിയാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നേരിട്ട് തിരിച്ചടിക്കാൻ കെൽപ്പില്ലാതെ വരുമ്പോൾ, അത് കൃത്യമായി ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളായ ഹൂതി വിമതരും, അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ ഇതാ റഷ്യയുടെ സൈന്യത്തെ വരെ വിന്യസിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇസ്രയേലിനെ പാഠം പഠിപ്പിക്കാൻ റഷ്യ കൂടി നേരിട്ടിറങ്ങുന്നു. റഷ്യ, നമുക്കറിയാം, ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് കൊടുത്ത സംരക്ഷണം, ഫോർദോയിലും ഇസ്ഫഹാനിലും ഒക്കെ കൊടുത്ത ആ സംരക്ഷണം, അത് വെറുതെ ആയിരുന്നില്ല. ഇപ്പോൾ ഇറാനുമായി പുതിയ ന്യൂക്ലിയർ ഡീലിലേക്ക് എത്തിച്ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അമേരിക്ക വളരെ തന്ത്രപൂർവ്വം ഇറങ്ങുമ്പോൾ, ഇറാൻ ഒരു മടിയും കൂടാതെ അത് സംസാരിക്കാനും ചർച്ച ചെയ്യാനും ഞങ്ങൾ തയ്യാറാണെന്ന് ഉറപ്പിച്ച് പറയുമ്പോൾ, ഇവിടെ മറ്റൊരു രീതി കൂടിയുണ്ട്. അമേരിക്കയോട് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ഡിമാൻഡ്, അത് ഗാസയെ മോചിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറാകണം, ഇസ്രയേലിന്റെ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം. നിങ്ങൾ റഷ്യയോട് ചില ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നു. റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നത് നിർത്തണമെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഗാസയുടെ കാര്യം കാണുന്നില്ല? നിങ്ങൾക്ക് വേണ്ടി വാലാട്ടുന്നവർ ആണ് ഇസ്രയേലികൾ. ഇസ്രയേൽ ജനതയെ നിങ്ങൾക്ക് മര്യാദ പഠിപ്പിക്കാൻ കഴിയും. ബെഞ്ചമിൻ നെതന്യാഹു നിങ്ങളുടെ ഊറ്റം കണ്ടിട്ടാണ് കിടന്ന് പുളയുന്നത്. നെതന്യാഹുവിനോട് മര്യാദയ്ക്കിരിക്കാൻ പറയാനുള്ള കൃത്യമായ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തുള്ള അൽ ഖമനി ഉപാധികൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇറാന്റെ ഉപാധികൾ ഗാസയെ മോചിപ്പിക്കുക എന്നത് തന്നെയാണ്. ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുക, അമേരിക്കയും അതിന് തയ്യാറാവുക. നമുക്കറിയാം, യൂറോപ്യൻ യൂണിയനിൽ ഫ്രാൻസും ബ്രിട്ടനും അതിന് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇനി അധികം വൈകിക്കാതെ അത് യാഥാർത്ഥ്യമാക്കാൻ UN-ൽ പ്രത്യേകമായി അതിനുവേണ്ടി ഒരു സമ്മേളനം വിളിച്ചു ചേർത്ത് ലോകരാജ്യങ്ങൾ മുഴുവൻ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തീരുമാനം. അമേരിക്കയ്ക്ക് ഇനി മറ്റ് പോംവഴികളില്ല. കാരണം ഉക്രൈനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ നിലവിൽ വരാൻ, അത് കൊണ്ടുവരാൻ നേരിട്ടോ അല്ലാതെയോ ഇപ്പോൾ ഗാസയുടെ വിഷയം അതും ഇവിടെ ചർച്ചയാകുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഗാസയിലെ ചെറുത്തുനിൽപ്പ് അത് അതിൻ്റെ പാരമ്യത്തിൽ തന്നെ എത്തി നിൽക്കുമ്പോൾ, അവിടെ വംശഹത്യ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ, അവിടെ അവശേഷിക്കുന്ന മനുഷ്യർക്ക്, അവർക്കെങ്കിലും സമാധാനം ലഭിക്കണമെങ്കിൽ, അവരുടെ ഉറ്റവരും ഉടയവരും മരിച്ചു വീഴുമ്പോൾ, കൊല്ലപ്പെടുമ്പോൾ അത് കണ്ട് നിസ്സഹായരായി നിൽക്കുന്നവർ ഒരൊറ്റ അപേക്ഷ മാത്രമാണ് പറയുന്നത്: ഇസ്രയേലിൻ്റെ ഈ വംശവെറി അവസാനിപ്പിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇറാൻ അതിനുവേണ്ടി തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. യഹ്യാസരിയുടെ നേതൃത്വത്തിലുള്ള ഹൂതി വിമതർ വിചാരിച്ചാൽ പോരാടാൻ കഴിയുമായിരിക്കും. ആത്യന്തിക നീക്കം നടത്താൻ ഇറാൻ വിചാരിച്ചാൽ നടക്കും.